പുതിയ കഥ തുടങ്ങുന്നു. പണ്ട് പണ്ട് ഒരു നാട്ടിൽ കുട്ടിക്കാലം തൊട്ടേ ചങ്ങാതിമാരായ 4 ബ്രാഹ്മണർ താമസിച്ചിരുന്നു. അടുത്തുള്ള പട്ടണത്തിൽ പോയി വേദശാസ്ത്രങ്ങളും കലയും ഇന്ദ്രജാലവും വൈദ്യശാസ്ത്രവും പഠിച്ചു. അതിൽ 3 പേരും വലിയ പണ്ഡിതന്മാരായില്ലെങ്കിലും അഹങ്കാരികളും ധിക്കാരികളുമായിരുന്നു. തങ്ങൾക്ക് എല്ലാം അറിയുന്നു എന്നായിരുന്നു അവരുടെ ധാരണ. 4-മനാകട്ടെ മറ്റു 3 പോലെ ബുദ്ധിമാനായില്ലെങ്കിലും സാമാന്യം ബോധമുള്ളവനും മൂത്തവരെ ബഹുമാനിക്കുന്നവനുമായിരുന്നു. ഒരു ദിവസം 4 പേരും കണ്ടുമുട്ടി. 3 അഹങ്കാരികളും അവരുടെ അറിവ് ഉപയോഗിച്ച് സമ്പന്നരും പ്രസിദ്ധരുമാകാൻ തീരുമാനിച്ചു. 4-മൻ അവരുടെ വർത്തമാനം ഒന്നും മിണ്ടാതെ ശ്രദ്ധിച്ചു കേട്ടു. എല്ലാവരും അവരവരുടെ അറിവും കഴിവും ഉപയോഗിച്ച് പ്രസിദ്ധിയും ഭാഗ്യവും നേടാനുറച്ചു. കുടുംബത്തിൻ്റെ അനുഗ്രഹ ആശംസകളോടെ അവരൊരുമിച്ച് യാത്ര പുറപ്പെട്ടു. ഒരു കാട്ടിലൂടെ കടന്നു പോകവേ അവർ ഒരു സിംഹത്തിൻ്റെ അസ്ഥികൂടം കാണാനിടയായി. എന്താണിത്? മൃഗാവശിഷ്ടങ്ങൾ പരിശോധിച്ചുകൊണ്ട് 1-മൻ ചോദിച്ചു. ഇത് ഒരു സിംഹത്തിൻ്റെ അസ്ഥികൂടമാണെന്ന് തോന്നുന്നു. 2-മൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ അറിവൊന്ന് പരീക്ഷിക്കാം. ഇതിന് ജീവൻ കൊടുക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം. 3-മൻ പറഞ്ഞു. 3 പേരും പരസ്പരം നോക്കി തലകുലുക്കി. എന്നാൽ 4-മൻ അവരെ വിലക്കി. അതിനെ വെറുതെ വിട്ടേക്കൂ. സിംഹം ക്രൂരമൃഗമാണ്. അതിന് ജീവൻ തിരിച്ചു കൊടുക്കുക എന്നത് അപകടകരമാണ്. എന്നാൽ 3 പേരും അയാളെ നോക്കി കളിയാക്കി ചിരിച്ചു. നീ ഒരു വിഡ്ഢിയല്ലാതെ മറ്റൊന്നുമല്ല, ഒരാൾ പറഞ്ഞു. ഭീരുവും കൂടിയാണ്, മറ്റൊരാൾ പറഞ്ഞു. ഞങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാണ്, 3-മൻ പറഞ്ഞു. ഈ ചത്ത ജന്തുവിന് ജീവൻ കൊടുക്കരുതെന്നും ഞാൻ വീണ്ടും പറയുന്നു. ഞാൻ മണ്ടനായിരിക്കാം, എന്നാൽ നമ്മൾ അപകടത്തിൽ ചാടുമെന്ന് എൻ്റെ സാമാന്യ ബോധം പറയുന്നു. പക്ഷേ അഹങ്കാരികളായ 3 പേരും അയാളുടെ വാക്കുകൾ ചെവികൊണ്ടില്ല. എന്തെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് പോയിരുന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഇന്ദ്രജാലം കണ്ടു രസിച്ചോ, ഒരാൾ അയാളോട് പറഞ്ഞു. അവർ 3 പേരും ചേർന്ന് അസ്ഥികളിലെ അഴുക്കെല്ലാം വൃത്തിയാക്കി. എന്നിട്ട് അതിനെ എടുത്തു നിർത്തി. അത് കണ്ട് സാമാന്യ ബുദ്ധിക്കാരനായ ചങ്ങാതി ദൂരേക്ക് മാറിപ്പോയി. 1-മത്തെ ചങ്ങാതി അസ്ഥികളെല്ലാം യഥാസ്ഥാനങ്ങളിൽ ചേർത്ത് വെച്ച് മന്ത്രം ജപിച്ചു. മന്ത്രശക്തിയാൽ എല്ലുകളെല്ലാം യോജിച്ചു. അസ്ഥികൂടം രൂപപ്പെട്ടു. ഇതാ അസ്ഥികൂടം, ഇത് ഞാൻ നിനക്ക് സമ്മാനിക്കുന്നു, 2-മനോട് പറഞ്ഞു. 2-മൻ മറ്റൊരു മന്ത്രം ചെല്ലാൻ തുടങ്ങി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അസ്ഥികൂടത്തിന് മാംസവും രക്തവും കിട്ടാൻ തുടങ്ങി.